പിണറായിയുടെ മകനെ സമൻസ്, വാർത്ത ചോർത്തിയത് പടുപമ്പര വിഡ്ഢി, ഇഡിക്ക് 8ന്റെ പണി കിട്ടും. ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ഞെക്കണേ. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യവും മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് 2023 ഇഡി അയച്ച സമൻസ് ഇപ്പോഴാണല്ലോ പുറത്തു വന്നത്. പുറത്തു വന്നത് എന്ന് പറയുന്നത് അത്ര ശരിയല്ല, പുറത്തു വരുത്തിയതാണ്. ഒന്നും അങ്ങനെ ചുമ്മാ പുറത്തു വരില്ലല്ലോ. സ്ക്രീനിൽ കാണുന്നതാണ് ആ സമൻസ്. ഇഡിയുടെ സമൻസുകൾ പബ്ലിക് ഡോക്യുമെന്റ് അല്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് കിട്ടിയത്? ആരാണിത് മാധ്യമങ്ങൾക്ക് നൽകിയത്? എങ്ങനെയാണ് ഇത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്? ആദ്യം നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാം. സ്ക്രീനിൽ കാണുന്ന ചിത്രം ശ്രദ്ധിക്കൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന സെക്ഷന്റെ സ്ക്രീൻഷോട്ടാണത്. ഈ പേജ് ആർക്കാണ് കാണാൻ കഴിയുന്നത്? ഇഡി ഉദ്യോഗസ്ഥർക്ക് മാത്രം. ഈ പേജ് ആർക്കാണ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നത്? ഇഡി ഉദ്യോഗസ്ഥർക്ക് മാത്രം. നമുക്ക് ഇഡിയുടെ സൈറ്റിലേക്ക് ഒന്ന് പോകാം. വെരിഫൈ യുവർ സമൻസ് എന്നൊരു സെഷൻ ഉണ്ട് ഈ സൈറ്റിൽ. അത് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്ന പേജ് നോക്കൂ. സമൻ നമ്പരും പാസ്വേഡും കൊടുത്താലേ നമുക്ക് അവിടെ സമൻസ് കാണാൻ പറ്റൂ. സ്ക്രീൻഷോട്ടിൽ കാണുന്ന PMLA സമൺ KCZO 2023 769 എന്ന് മാത്രം കൊടുത്താൽ ഈ സമൻസ് നമുക്ക് കാണാൻ കഴിയില്ല. പ്ലീസ് എന്റർ പാസ് ഫ്രേസ് എന്ന നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്രൊസീജിയർ ഫോർ വെരിഫിക്കേഷൻ ഓഫ് സമൻസ് എന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു PDF ഡോക്യുമെന്റ് തുറക്കുന്നു. അതിൽ ഇങ്ങനെ പറയുന്നു: എന്റർ ദ യുണീക് പാസ് കോഡ് പ്രിന്റഡ് ഓൺ ദ സമൻസ് ഇൻ ദ ഗിവൺ ഫീൽഡ്. അതായത് സമൻസിൽ രേഖപ്പെടുത്തിയ നമ്പരും പാസ്വേഡും കൊടുത്തു വേണം സമൻസ് വെരിഫൈ ചെയ്യാൻ. ആ പാസ്വേഡ് എവിടെ കിട്ടും? അത് സമൻസിന്റെ ചുവടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്വകാര്യ രേഖയാണ് ഈ പറയുന്ന സമൻസ്. ഈ നമ്പരും പാസ്വേഡും 2 പേരുടെ കൈവശമേ കാണൂ. ഒന്ന് സമൻസ് കൈപ്പറ്റുന്ന ആളിന്, 2 ഈ സമൻസ് അയച്ച ഇഡി ഓഫീസിൽ ഈ കാര്യം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക്. ഇവരുടെ 2 പേരുടെ കയ്യിലും മാത്രമുള്ളതാണ് ഈ പാസ്വേഡും അതുപോലെ ഇതിന്റെ ID നമ്പരും. ഇങ്ങനെ ഒരു സൗകര്യം ഏർപ്പെടുത്തിയതിനെ കുറിച്ച് 2 ദിവസം മുമ്പ്, അതായത് 2025 ഒക്ടോബർ 8 ഇഡി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. ചില ബിരുദന്മാർ ഇഡിയുടെ പേരിൽ വ്യാജ സമൻസ് ഉണ്ടാക്കി വിതരണം ചെയ്ത് തട്ടിപ്പ് നടത്തുന്നത് ഇഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സമൻസിന്റെ ആധികാരികത പരിശോധിച്ചുറപ്പിക്കാൻ 2 രീതികൾ ഏർപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഈ പ്രസ് റിലീസ്. ഒന്ന്, സമൻസിലെ QR കോഡ് സ്കാൻ ചെയ്തും 2 IDയും പാസ്വേഡും ഉപയോഗിച്ചും നമുക്ക് ഇത് വെരിഫൈ ചെയ്യാം. ഈ സമൻസ് വെരിഫൈ ചെയ്യാം. ഇഡിയുടെ സമൻസ് ലഭിക്കുന്നവർ അത് ഒറിജിനൽ ആണോ എന്ന് ഇപ്രകാരം വെരിഫൈ ചെയ്ത് നോക്കണം എന്നാണ് പത്രക്കുറിപ്പിലൂടെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവേക് കിരണിന് സമൻസ് അയച്ചത് 2023. അന്ന് ആ സമൻസ് അയക്കുമ്പോൾ അത് ഓൺലൈനിൽ വെരിഫൈ ചെയ്യാൻ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ സംവിധാനം ഏർപ്പെടുത്തിയത് ഈയിടെയാണ്. വിവേകിന് സമൻസ് അയച്ച് 2 വർഷം കഴിഞ്ഞിട്ട്. അന്ന് അയച്ച സമൻസ് സ്കാൻ ചെയ്ത് ഇവർ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. അതിനൊരു പാസ്വേഡും സെറ്റ് ചെയ്തു. എന്നിട്ട് കൊച്ചിയിലെ ഇഡി ഓഫീസിലിരുന്ന് ആ പേജ് ഓപ്പൺ ചെയ്ത് ഉദ്യോഗസ്ഥൻ സ്ക്രീൻഷോട്ട് എടുത്തു. വേണ്ടപ്പെട്ട മാധ്യമലേഖകർക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ വാർത്ത മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. മേപ്പടി ഉദ്യോഗസ്ഥൻ ആനമണ്ടനായതുകൊണ്ട് അവർക്ക് മാത്രം ആക്സസ് ഉള്ള ആ പേജിന്റെ സ്ക്രീൻഷോട്ട് കൂടി മാധ്യമങ്ങൾക്ക് നൽകി. ഇനി ഈ സമൻസും കൊണ്ട് കോടതിയിൽ പോയാൽ ഇഡിക്ക് കിട്ടുന്നത് 8ന്റെ പണിയായിരിക്കും, അത് ഉറപ്പാണ്. പക്ഷെ ഇത്രയും അഭ്യാസങ്ങൾ ചെയ്തവർക്ക് ഒരു ബാധ്യത കൂടിയില്ലേ? ഈ സമൻസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുകൂടി അവരല്ലേ വിശദീകരിക്കേണ്ടത്? അതെങ്ങനെയാണ് പിണറായി വിജയന്റെ ബാധ്യതയാകുന്നത്? ഇഡി ഉദ്യോഗസ്ഥർ വാട്സപ്പിൽ ചോർത്തിയ വിവരങ്ങൾ വെച്ച് 1ാം പേജ് ആഘോഷിച്ച മലയാള മനോരമയിലേക്ക് ഒന്ന് നോക്കാം. ഇഡിയുടെ ഇത് സംബന്ധിച്ച പ്രതികരണവും 1ാം പേജിൽ മനോരമ കൊടുത്തിട്ടുണ്ട്. ആ വിശദീകരണം വായിച്ചാൽ നമ്മൾ ചിരിച്ചു ചാവും. സമൻസ് കൊടുത്തു, പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് അറിയില്ല. ഇതാണത്രേ ഇഡിയിൽ നിന്ന് ലഭിച്ച അനൗദ്യോഗിക വിവരം. സമൻസ് എഴുതിയതാര്? ഇഡി. ഒപ്പിട്ടതാര്? ഇഡി. കൊണ്ടുപോയതാര്? ഇഡി. കൊടുത്തതാര്? ഇഡി. തുടർ നടപടി എടുക്കേണ്ടതാര്? ഇഡി. ഇങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ടെന്ന വിവരം പത്രലേഖകർക്ക് ചോർത്തിയതാര്? ഇഡി. ആ ഇഡിയാണ് പറയുന്നത് ആ സമൻസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് തങ്ങൾക്കറിയില്ലെന്ന്. സമൻസുമായി പോയവൻ നിന്ന നിൽപ്പിൽ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുകയായിരുന്നോ സാറന്മാരെ? സ്ഥലം ക്ലിഫ് ഹൗസ് ആണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലെന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? സമൻസുമായി പോയവൻ തിരിച്ചു വരാത്തതിനെ കുറിച്ച് മറ്റൊരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? അങ്ങനെ സംശയിച്ച് നാം മനോരമയിലെ ഉൾപേജിലെത്തുന്നു. അവിടെ അതാ സാക്ഷാൽ സുജിത് നായർ അതിഗംഭീരമായ ഒരു വിശകലനവുമായി അവതരിച്ചിരിക്കുന്നു.
ആ വിശകലനത്തിൽ ഒരു മാസ് ഡയലോഗ് ഉണ്ട്. ഇതാ ഇങ്ങനെ: ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്കും മുന്നിലുള്ളത്. അതെന്ത് വിശകലനമാണ് സുജിത് സാറേ? ഈ വിവരം EDക്ക് അങ്ങ് പരസ്യമാക്കിയാൽ പോരായിരുന്നോ? ഇതുവരെ അതായിരുന്നില്ലേ പതിവ്? മാധ്യമങ്ങളെ മുൻകൂട്ടി അറിയിക്കാതെ ED ആർക്കാണ് ഇവിടെ സമൻസ് അയച്ചിട്ടുള്ളത്? ആ പതിവ് ഈ കാര്യത്തിൽ എങ്ങനെ തെറ്റിയെന്നല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, അന്വേഷിക്കേണ്ടത്? അക്കാര്യം പിണറായി വിജയനാണോ വിശദീകരിക്കേണ്ടത്? അത്ര പഴയതല്ലാത്തൊരു സംഭവം പറയാം. 2022 ജൂലൈ 17 രാത്രി 10:20 മാതൃഭൂമി ഓൺലൈൻ ചാനൽ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തു. കിഫ്ബിയിലെ സാമ്പത്തിക ഇടപാട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തോമസ് ഐസക്കിന് ED നോട്ടീസ്. അതാണ് വാർത്തയുടെ തലക്കെട്ട്. വാർത്ത കണ്ട് മറ്റു മാധ്യമ പ്രവർത്തകർ തോമസ് ഐസക്കിന്റെ സ്ഥിരീകരണവും പ്രതികരണവും തേടി. ഐസക്കിന്റെ പ്രതികരണം ഏഷ്യാനെറ്റ് ന്യൂസിൽ PG സുരേഷ് കുമാർ ഇതാ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു: എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പോകില്ല, അവരെന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിടട്ടെ എന്നാണ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പ്രതികരണം ഞാൻ ഇന്നലെ വായിച്ചത്. ഇതായിരുന്നു EDയോട് CPM നേതാക്കളുടെ നിലപാട്. വിരട്ടിലൊക്കെ കയ്യിൽ വെച്ചേക്കൂ എന്ന് അറുത്തു മുറിച്ചു പറയാൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തന്നെയാണ് തോമസ് ഐസക്കിന്റെയും പിണറായി വിജയന്റെയും CPMന്റെയും ഒക്കെ EDയോടുള്ള നിലപാട്. പലതവണ കേരളം അത് കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. സമൻസ് അയക്കുന്നതിലെ EDയുടെ രീതികളാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. ഐസക്കിന് സമൻസ് കിട്ടും മുമ്പേ വാർത്ത മാതൃഭൂമിയിലെ ബിജു പങ്കജിന് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് തോമസ് ഐസക്കിന്റെ മെയിലിൽ EDയുടെ സമൻസ് വരുന്നത്. ഇതായിരുന്നു കേരളത്തിൽ EDയുടെ രീതി. നോട്ടീസ് അയക്കുന്ന വിവരം ആദ്യം അറിയിക്കുന്നത് വേണ്ടപ്പെട്ട പത്രക്കാരെയാണ്. അതിനുശേഷമേ ബന്ധപ്പെട്ട കക്ഷിക്ക് നോട്ടീസ് കിട്ടൂ. ആ പതിവ് വിവേകിന്റെ കേസിൽ തെറ്റി. അതെന്തുകൊണ്ട് എന്നാണ് വിശദീകരിക്കേണ്ടത്. അത് വിശദീകരിക്കേണ്ടത് EDക്കാരാണ്, പിണറായി വിജയനോ വിവേക് കിരണോ അല്ല. ഒരു ഉദാഹരണം കൂടി പറയാം സുജിത് നായർ സാറേ. സാർ ഈ സ്ക്രീനിലോട്ടൊന്ന് നോക്കിയാട്ടെ. 2024 ജനുവരി 24 ചില മാധ്യമ പ്രവർത്തകർക്ക് ആരോ അയച്ച വാട്സപ്പ് മെസ്സേജ് ആണിത്. മെസ്സേജ് ഒന്ന് നോക്കൂ. തോമസ് ഐസക്കിനെതിരെ എങ്ങനെ വാർത്ത കൊടുക്കണം, ആ വാർത്തയുടെ ആംഗിൾ എന്തായിരിക്കണം, ഉപയോഗിക്കേണ്ട വിവരങ്ങൾ എന്തെല്ലാമാണ്, ഇതൊക്കെയാണ് ആ വാട്സപ്പ് സന്ദേശത്തിലുള്ളത്. ഇതുപോലെയാണ് വാർത്ത വരേണ്ടത് എന്ന കൃത്യമായ ആജ്ഞയാണ് ഈ വാട്സപ്പ് സന്ദേശം. ഈ സന്ദേശം ശിരസാ വഹിക്കുന്ന മാധ്യമ പ്രവർത്തകരാണ് ഈ വിവരങ്ങൾ ബ്രേക്കിംഗ് ന്യൂസായും എക്സ്ക്ലൂസീവുകളായും നമ്മെ കാണിക്കുന്നത്. അത്രമാത്രം ഒരു അടിമ ബന്ധം നമ്മുടെ ചില മാധ്യമ പ്രവർത്തകർക്ക് EDയുമായി ഉണ്ടായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. എന്നിട്ടും വിവേകിന് സമൻസ് അയച്ച വിവരം മാത്രം ED ഇവരിൽ നിന്നെല്ലാം മറച്ചുവെച്ചു. അതിന്റെ ന്യായാന്യായങ്ങൾ EDയോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം ഇക്കാര്യം എന്തുകൊണ്ട് പിണറായി വിജയൻ പുത്തരിക്കണ്ടം മൈതാനത്ത് പൊതുയോഗം നടത്തി പരസ്യപ്പെടുത്തിയില്ല എന്നാണ് സുജിത് നായരും മനോരമയും ചോദിക്കുന്നത്. സൗകര്യമില്ലായിരുന്നു എന്ന ഒറ്റ വാക്കിൽ പൊടിഞ്ഞു പോകുന്ന വാദമാണ് സുജിത് നായരെ താങ്കളുടേത്. ആ സാമാന്യ ബുദ്ധി താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വെളിവുകേട് താങ്കൾ എഴുതി പിടിപ്പിക്കുമായിരുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു ദാസ്യവേലയല്ലേ? ദാസ്യവൃത്തി നടത്തുമ്പോൾ കോമൺ സെൻസ് എട്ടായി മടക്കി പോക്കറ്റിൽ വെക്കുന്നത് തന്നെയാണ് നല്ലത്. യജമാനൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് എഴുതി കൊടുക്കണം. ആ ജോലി വളരെ ഉത്തരവാദിത്വത്തോടെ താങ്കൾ ഇന്നലെ വരെ ചെയ്തിട്ടുണ്ട്, ഇന്ന് ചെയ്യുന്നു, നാളെയും അത് ചെയ്യും. ആ കാര്യത്തിൽ താങ്കൾ ഒരു മിടുമിടുക്കൻ തന്നെയാണ്. ആ മിടുക്കിന് ഇനിയും പുരസ്കാരങ്ങൾ താങ്കളെ തേടി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഈ സമൻസിനെ കുറിച്ച് പ്രചരിക്കുന്ന ഒരു കഥ സുജിത് നായർക്കും മനോരമയ്ക്കും പറഞ്ഞു തരാം. ഏത് വിവരവും ചോർത്തിയെടുക്കാൻ പോന്ന അത്യുന്നത ബന്ധങ്ങളുള്ള അദ്ദേഹം ഇതുമാത്രം അറിയാതെ പോയത് ശരിയായില്ല. കഥ ഇതാണ്: 2023 വിവേക് കിരൺ കെയർ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന മേൽവിലാസം എഴുതിയ ഒരു സമൻസുമായി ഒരു EDക്കാരൻ ക്ലിഫ് ഹൗസിലെത്തിയത്രേ. ഈ പറയുന്നയാൾ ഇവിടെയല്ല താമസം എന്ന് നല്ല ഭാഷയിൽ അവിടെ ആരോ EDയോട് പറഞ്ഞത്രേ. എങ്കിൽ അച്ഛൻ ഒപ്പിട്ട് വാങ്ങിയാലും മതിയെന്ന് EDക്കാരൻ അവിടെ നിന്ന് കുണുങ്ങിയത്രേ. സമൻസിൽ ഒപ്പിട്ടിരിക്കുന്നവന്റെ അച്ഛനോട് പറയുന്നതാവും കുറെ കൂടി ഉചിതം എന്നൊരു അശരീരി അവിടെ ഉയർന്നത്രേ. അനന്തരം ഒരു ചായ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും കൊടുക്കാതെ EDക്കാരനെ പറഞ്ഞയച്ചത്രേ. ഈ കഥ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു കേട്ടതാണ്. സുജിത് നായർക്ക് വേണമെങ്കിൽ അന്വേഷിച്ച് ബോധ്യപ്പെടാം. ഏതായാലും അതിഗംഭീര മാധ്യമ പ്രവർത്തനമാണ് മനോരമ നടത്തുന്നത് എന്ന് പറയാതെ വയ്യ. സമൻസിന് എന്തു പറ്റിയെന്ന് സമൻസ് അയച്ചവർക്ക് ഒരു പിടിയുമില്ലെന്ന് 1-ാം പേജിൽ. അങ്ങനെ ഒരു സമൻസിനെ കുറിച്ച് പിണറായി വിജയൻ എന്തുകൊണ്ട് പെരുമ്പറ കൊട്ടിയില്ലെന്ന് ഉൾപേജിൽ ചോദ്യം. പ്രകൃതി വിരുദ്ധ മാധ്യമ പ്രവർത്തനത്തിന്റെ ഓരോരോ വേഷം കെട്ടലുകൾ എന്നല്ലാതെ വേറെന്തു പറയാൻ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ? LDFനെതിരെയും പിണറായിക്കെതിരെയും എരിവുള്ള എന്തെങ്കിലും വേണ്ടേ? അതിൽ EDക്കുമുണ്ട് ഒരു കോട്ട. ആ കോട്ടയുടെ റോളാണ് നാം ഇവിടെ കണ്ടത്. അവസാനമായി ആ സ്ക്രീൻഷോട്ട് അയച്ച EDയിലെ പമ്പര വിഡ്ഢിയോട് ഇത്രമാത്രം പറയാം: സാറേ, ഇതൊക്കെ നാണം കെട്ട പണിയാണ്. അല്ല, നാറുന്നതും മണക്കുന്നതും തിരിച്ചറിയാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല.
അപ്പോൾ സ്നേഹിതരെ, ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം. ഞെക്കിയവർ ഒന്നും കൂടി ഞെക്കി അതൊന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം, നിങ്ങളുടെ പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഈ ചാനൽ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ കൈ അയച്ച് സഹായിച്ചാലല്ലാതെ ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാനാവില്ല. അക്കാര്യം ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ biju.3388@federal എന്ന UPI വിലാസത്തിലോ നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക. കോഴിക്കോട് കോർപ്പറേഷനിലെ മുഖദാർ ഡിവിഷനിലെ വാർഡ് വിഭജനത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിരുന്നു. ഈ മുഖദാറിലടക്കം, കോഴിക്കോട്ടിലെ മുഖദാറിലടക്കം ഈ തെരഞ്ഞെടുപ്പിൽ CPM പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രയോഗിക്കുന്ന അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 4000-5000 മുസ്ലിങ്ങൾ പാർക്കുന്നിടത്തിന് ഒരു ഡിവിഷൻ ആക്കുകയും എന്നാൽ 4000 പേർ പാർക്കുന്നിടത്ത് 4 ഡിവിഷനുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. ഈ പെരുങ്കള്ളം പൊളിക്കുന്ന വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.